ഹലോ ഫ്രണ്ട്സ്, ടെക്നിഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിയുടെ സൂപ്പർ മാക്രോ ലെൻസ് നമുക്ക് എങ്ങനെ ഉപയോഗിച്ച് കിഡിലനായിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളൊരു കിഡിലൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന MI ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിഡിലൻ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ റെഡ്മി നോട്ട് 10 Pro Max ആണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ സെറ്റിങ്സും എങ്ങനെയാണ് സൂപ്പർ മാക്രോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കിഡിലൻ ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സൂപ്പർ മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ റെഡ്മി ഫോണിൽ നിന്ന് ക്യാമറ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സൂപ്പർ മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് കിടിലൻ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുള്ള ഫുൾ ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് MI ഫോണിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. എത്ര അടിപൊളി ക്ലാരിറ്റിയാണെന്ന് നിങ്ങൾ നോക്കുക. അതായത് ഒരു ബ്ലറായിട്ടോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ഫോക്കസോ ഒന്നും പോകുന്നില്ല. കിഡിലനായിട്ട് നല്ല ക്ലാരിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് അടിപൊളി ക്ലാരിറ്റി ഉള്ളതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇതിന് ലൈറ്റ് കുറവുണ്ട്, എന്നാലും നല്ല ക്ലാരിറ്റി കാണുന്നുണ്ട്. നമുക്ക് നല്ല ലൈറ്റുള്ള ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഒബ്ജക്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്നൊരു ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു. ഇനി നമുക്കതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളി ക്ലാരിറ്റിയാണ് റെഡ്മിയുടെ ഫോണിന്. അതായത് ഒരു പ്രൊഫഷണൽ ലുക്കിലാണ് ഫോട്ടോ കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ സൂപ്പർ മാക്രോ ലെൻസും നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 6x സൂമിംഗ് ഉണ്ട്, അതുപോലെ 1x സൂമിംഗ് ഉണ്ട്, പിന്നെ ടോപ്പിൽ 2x നമുക്ക് സൂമിംഗ് ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് സൂമിംഗ് ആണ് നമുക്ക് റെഡ്മിയുടെ ഫോണിൻ്റെ ഇത് കാണാൻ സാധിക്കുന്നത്. 2x ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 2x ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ അടുത്തായിട്ട് നമുക്ക് പിക്ചർ കിട്ടുന്നതായിരിക്കും. നമുക്ക് 2x 1x 0.6x ഇട്ട് നമുക്ക് 3 ഫോട്ടോസ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് സെയിം ഒബ്ജക്റ്റിൻ്റെ തന്നെ 3 ഫോട്ടോസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് 0.6 നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഫോട്ടോ 0.6 എടുക്കുകയാണ്. ഇത് 0.6 എടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഇതാണ് 0.6 എടുത്ത ഫോട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് 1x ഒന്ന് എടുത്ത് നോക്കാം. 1x എടുത്തിട്ട് നമുക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് വ്യൂ ചെയ്ത് നോക്കാം. ഇത് ഞാൻ 1x എടുത്ത ഫോട്ടോ. നല്ല കിടിലൻ ക്ലാരിറ്റി ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് 2x ഒന്ന് എടുത്ത് നോക്കാം. 2x നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. ടു എക്സിൽ എടുക്കുമ്പോഴും നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് 1x തന്നെ ക്ലാരിറ്റി ഇടാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്ക്രീൻ റേഷ്യോ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. അതായത് 1:1, 3:4, 9:16 ആൻഡ് ഫുള്ള്. അതായത് സ്ക്രീനിൻ്റെ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ടൈം കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ. 3 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ്. അതുപോലെ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് മൂവി ഫ്രെയിം, ഗ്രിഡ് ലൈനൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെയാണ് സൂപ്പർ മാക്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നമുക്ക് സൂപ്പർ മാക്രോയിൽ നോക്കാം. അപ്പോൾ ഞാൻ സൂപ്പർ മാക്രോയിൽ ക്ലിക്ക് ചെയ്തു. സ്ക്രീൻ സൈസ് ഫുള്ള് തന്നെയാണ് കൊടുത്തത്. അതായത് റേഷ്യോ ഫുള്ളാണ് കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒബ്ജക്റ്റ് ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കത് സൂം ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഒബ്ജക്റ്റിലേക്ക് ഒന്ന് അടുപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലാരിറ്റി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ജസ്റ്റ് അതിലൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഔട്ട് ഓഫ് ഫോക്കസ് ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഞാൻ ഫോട്ടോ എടുത്ത് നമുക്ക് ജസ്റ്റ് അതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് നമുക്ക് ഫോട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽ ലുക്കിലാണ് ഫോട്ടോ കിട്ടുന്നത്. നമുക്ക് വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു സൂപ്പർ മാക്രോ ഫോട്ടോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ആ ഒബ്ജക്റ്റ് ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കതിൽ നല്ല ക്ലാരിറ്റി കിട്ടിയില്ല. നമുക്ക് വേറൊരു ഫോട്ടോ എടുത്ത് നോക്കാം.
ഇപ്പോൾ നമ്മൾ എടുത്ത 2 ഫോട്ടോസാണ് ഈ കാണുന്നത്. അതും പ്രൊഫഷണൽ ലുക്കിലുള്ള ഫോട്ടോസാണ് നമ്മളെടുത്തത്. ഒരു ചെറിയ പൂവിൻ്റെ ഫോട്ടോയാണ് നമ്മളെടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്ത് ക്ലാരിറ്റി, എന്ത് പ്രൊഫഷണൽ ലുക്കാണ് ഈ ഫോട്ടോയ്ക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം നമുക്ക് എങ്ങനെ എടുക്കണമെന്നുള്ളത്. ഞാനപ്പോൾ മാക്രോ എടുത്തു. ജസ്റ്റ് നമ്മൾ സൂം ചെയ്യുക. സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നല്ല കിട്ടിലും ക്ലാരിറ്റിയിലാണ് ഫോട്ടോ ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കിട്ടിലും ക്ലാരിറ്റിയിൽ പ്രൊഫഷണൽ ലുക്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും.